മിസ്സായി. ഞാനാണെങ്കിൽ കലാഭവൻ തിയേറ്ററിൽ പോയപ്പം ക്യൂ ആയിരുന്നല്ലോ, എനിക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വന്ന് കണ്ടതാണ് പടം. എനിക്കിഷ്ടപ്പെട്ടു. ആക്ച്വലി എന്താ പറയുക, ഒരു ഫെസ്റ്റിവൽ മോഡാണ് പടം. ഒരുപാട് നോമിനേഷൻസ് കിട്ടിയൊരു പടമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വന്നത്. പടം കൊള്ളാം. എന്താ പറയുക, ശ്രീലങ്കയിൽ നടക്കുന്നൊരു സംഭവമാണ്. പ്രസക്തിയുള്ളൊരു സംഭവമാണ്. എന്താണെന്ന് പറയുന്നില്ല, സ്പോയിലറാവും. പടം കൊള്ളാം. ഒരുപാട് ഫെസ്റ്റുകൾ കിട്ടിയൊരു പടമാണ്. പിന്നെ നടീനടന്മാർക്കും പുരസ്കാരങ്ങൾ കിട്ടിയൊരു പടമാണ്. ആക്ച്വലി കൊള്ളാം. ചെറിയൊരു ത്രില്ലർ പാറ്റേൺ ആണ്. എന്താണെന്ന് പറഞ്ഞ് സ്പോയിലറായിപ്പോൾ. കാരണം അതിൽ ഡിസ്കസ് ചെയ്യുന്നൊരു മാറ്റർ എന്ന് പറഞ്ഞാൽ പ്രസക്തിയുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതെന്താണെന്ന് പറഞ്ഞ് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ആക്ച്വലി കുഴപ്പമില്ല. പിന്നെന്താണ് പെർഫോമൻസ്, ശ്യാം ഫെർണാണ്ടോ എന്ന് പറഞ്ഞ നടൻ ഒരു ടൂറിസ്റ്റ് ഗൈഡായിട്ട് വരുന്നുണ്ട്. പുള്ളിയുടെ പെർഫോമൻസ് ആണ് ഏറ്റവും മികച്ചതായിട്ട് തോന്നിയത്. ഓവറോൾ നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. നല്ല പടമാണ്. അവരൊരു സിറ്റുവേഷനിലായി പോകുന്നതാണ്, അതിനെപ്പറ്റി പറയുന്ന ഒരു പടമാണ്. ആർക്കും കൂടെ പറ്റാം. അങ്ങനത്തെ ഒരു രീതി. അല്ല, അത് നമ്മൾ പ്രത്യേക ഒരു രീതിയിലിരുന്ന് കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. നല്ല പടമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. കാണേണ്ട പടം. തിയേറ്ററിൽ പെർഫോമൻസ് ഒക്കെ ഉള്ളത് നന്നായിരിക്കണം. നല്ല, അതായത് ഓരോ അതൊരു പഴകിയേ പോവുള്ളൂ, പക്ഷെ കണ്ട നല്ല ഇഷ്ടപ്പെടും. വിഷ്വലൊക്കെ അടിപൊളിയാണ്, വേറെ ഒരു മാറ്റമില്ല. പക്ഷെ അത് കാണണം, എല്ലാവർക്കും അത് വന്ന് തിയേറ്ററിലിരുന്ന് കണ്ടാലേ അത് മനസ്സിലാവും. അങ്ങനത്തെ ഒരു പടമാണ്. കഥയെന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്ലോട്ട് തന്നെ അവർ വലിച്ചിങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത്. ക്ലൈമാക്സ് ആയിട്ടൊന്നും എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. നമുക്ക് വെറുതെ ഒരു ടൈമിന് എവിടെയെങ്കിലും വന്ന് ടൈമിന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ചുമ്മാ ഇരുന്നൊന്ന് കാണാം, അത്ര. വിഷ്വലൊക്കെ അടിപൊളിയാണ്. നമുക്ക് ആ ശ്രീലങ്ക ഇതെല്ലാം കണ്ടിരിക്കാനൊക്കെ അടിപൊളിയാണ്. ഫിലിം ഫെസ്റ്റിവലിനെ കണക്കാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് സിനിമ. എന്നാൽ അതിന് ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് കിട്ടാൻ മാത്രമുള്ള അങ്ങനെ എന്തെങ്കിലും ഉള്ളതായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ആ ട്രെയിലർ കണ്ടപ്പോൾ വിചാരിച്ചു ദർശനയുടെയും റോഷൻ്റെയും എന്തെങ്കിലും ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ്, രണ്ടുപേരും നല്ല മികച്ച ആർട്ടിസ്റ്റുകളല്ലേ, അതൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. അതുമില്ലായിരുന്നു സിനിമയിൽ. പിന്നെ ആകെ എടുത്തു പറയാനുള്ളത് ഒരു സിനിമാറ്റോഗ്രഫി, ഛായാഗ്രഹണം, അത് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രീലങ്കയിൽ ചെന്ന് കാണുന്ന പോലെ ശ്രീലങ്കയിലെ ഒരു വിഷ്വൽ ബ്യൂട്ടിയൊക്കെ നന്നായിട്ട് ആ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്.